ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 8 ചാപ്റ്റർ 3 അണ്ടർസ്റ്റാൻഡിങ് ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 3.3 ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. The following figures, guns and runs are parallelograms. Find x and y. Length are in centimeter. ചുരുക്കി പറഞ്ഞാൽ ഈ കാണുന്ന രണ്ട് ചിത്രത്തിലെയും എക്സിൻ്റെയും വൈയുടെയും വിലകൾ കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ഫസ്റ്റത്തെ ഗൺസ് എന്ന് പറയുന്ന GUNS എന്ന് പറയുന്ന ആ ഒരു പാരലോഗ്രാം എടുക്കാം. ഫോർ എ പാരലോഗ്രാം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഇവിടെ സൈഡുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒരു പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ GS എന്ന് പറയുന്ന ആൾ ആർക്ക് ഈക്വൽ ആണ്, അല്ലെങ്കിൽ SG എന്ന് പറയുന്ന ആൾ UN അല്ലെങ്കിൽ NU ഈക്വൽ ആണ്. അതേപോലെ തന്നെ GU എന്ന് പറയുന്ന ആൾ SN ഈക്വൽ ആണ്. അപ്പോൾ ആദ്യം ഞാൻ SG ഈക്വൽ ടു UN എന്നെടുത്തു കാണാം. SG ഈക്വൽ ടു UN എന്നെടുത്തു. SGയുടെ വാല്യൂ 3x, അത് കൊടുത്തു 3x. UNൻ്റെ വാല്യൂ 18, അത് കൊടുത്തു. ഇതിൽ നിന്ന് എക്സ് കാണാൻ ഈ 3നെ അപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ പോരെ. 3 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അത് ഇപ്പുറം വരുമ്പോൾ ഡിവൈഡ് ആവും. സോ x ഈക്വൽ ടു 18/3 ആൻഡ് ദാറ്റ് ഈസ് 6. ദെൻ അടുത്തത് നമുക്ക് GU ഈക്വൽ ടു SN എടുക്കാം. GUൻ്റെ വാല്യൂ 3y - 1 ഈക്വൽ ടു 26 എന്ന് കിട്ടും. അതിൽ നിന്ന് -1 ഇപ്പുറം വരുമ്പോൾ +1 ആവും. സോ 26 + 1 27 ആയി. ഇനി 3നെ അപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആവും. സോ y ഈക്വൽ ടു 27/3 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 9. സോ ഫസ്റ്റത്തെ ചിത്രത്തിൽ x ഈക്വൽ ടു 6 എന്നും y ഈക്വൽ ടു 9 എന്നും കിട്ടി. ഓക്കെ. ദെൻ ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ രണ്ട് ഡയഗണൽസുകളുടെ നീളങ്ങളാണ് തന്നിട്ടുള്ളത്. ഒരു പാരലോഗ്രാമിൻ്റെ ഡയഗണലിൻ്റെ പ്രത്യേകത എന്താണ് മക്കളെ? ഡയഗണൽസ് ആർ ബൈസെക്ട് ഈച്ച് അതർ. ഡയഗണൽസ് ആർ ബൈസെക്ട് ഈച്ച് അതർ. എന്താണ് ബൈസെക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വലി ഡിവൈഡ് ചെയ്യും. ഓക്കെ. അപ്പം നമുക്ക് എന്ത് പറയാം? ഞാൻ ഈ ലെങ്ത്തും ഈക്വൽ ആയിരിക്കും. അതേപോലെ ഈ ലെങ്ത്തും ഈക്വൽ ആയിരിക്കും. ഇത് പാരലോഗ്രാമിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് y + 7 ഈക്വൽ ടു 20 എന്നെടുക്കാം. ഓക്കെ. ഈ +7 ഇപ്പുറം വരുമ്പോൾ എന്താവും? -7 ആവും. സോ 20 - 7 ഈക്വൽ ടു y ആൻഡ് ദാറ്റ് ഈസ് 13 ഈക്വൽ ടു y എന്ന് കിട്ടും. അടുത്തത് നമുക്ക് x + y ഈക്വൽ ടു 16 എന്നെടുക്കാം. വൈയുടെ വാല്യൂ 13 ആണ്. അപ്പോൾ x + 13 ഈക്വൽ ടു 16. ഈ 13 അപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ +13 എന്താവും? -13 ആവും. 16 - 13 3 എന്ന് കിട്ടും. സോ രണ്ടാമത്തെ ഫിഗറിൽ എക്സിൻ്റെ വാല്യൂ 3 എന്നും വൈയുടെ വാല്യൂ 13 എന്നും കിട്ടും. ഓക്കെ.